വാമപ്പ് മെഷീൻ ഉപയോഗിച്ചാൽ നാഡികൾ ഉണരുമത്രേ. പരസ്യവാചകം വിശ്വസിച്ച് യന്ത്രം കാലിൽ പ്രയോഗിച്ച നിശാകരന്റെ അവസ്ഥ നോക്കുക. ഗുരുതരമായി പൊള്ളലേറ്റെന്ന് മാത്രമല്ല, കാല് മുറിച്ചു മാറ്റാതിരിക്കാൻ 2 ശസ്ത്രക്രിയയും ചെയ്യേണ്ടി വന്നു. അച്ഛൻ്റെ കാലിന് മരവിലുള്ളതിനാൽ ഇത് ചുറ്റിപ്പിടിച്ച് സപ്ലൈ കൊടുത്ത് ചൂടായി കഴിഞ്ഞാൽ മരവിന് ശമനം കിട്ടുമെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അച്ഛനെ ഈ പ്രോഡക്റ്റ് സെയിലാക്കി അദ്ദേഹത്തിൻ്റെ ജോലി നോക്കിപ്പോയി. ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നേ പറ്റുള്ളൂ. കാരണം നമുക്ക് നാട്ടിൽ ഒത്തിരി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ആൾക്കാരൊന്നും പുറത്ത് പറയാൻ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും. ഇനി വരും പരാതികൾ എന്തെന്നുള്ളത് പേടി കൊണ്ട് ആൾക്കാർ പുറത്ത് പറയാത്തതായിരിക്കും. ഞങ്ങളെന്തായാലും എന്തിനും തയ്യാറായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചേർത്തല സ്വദേശിയായ മുരളിക്കും സമാന അനുഭവമുണ്ടായി. യന്ത്രം അരയിൽ കെട്ടിയിരുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചു. ഭാഗ്യം കൊണ്ട് പരിക്കേറ്റില്ല. ഇവിടെയൊക്കെ എല്ലാം കത്തി ചെയ്ത് ഇവിടെയൊക്കെ തീപിടുത്തുള്ളത്, ഈ സ്ഥലങ്ങളൊക്കെ തീപിടുത്തുള്ളത്. കറണ്ട് ആയപ്പോഴാണ് നമ്മൾ ഊരിക്കളഞ്ഞ ഈ സാധനം. അല്ലെങ്കിൽ കറണ്ട് അടിച്ച് നമ്മൾ ചത്തുപോയി. ലോക്കലാണ് ഇതിൻ്റെ സാധനം. സ്വിച്ചൊക്കെ വെറും ലോക്കൽ. വീടുകൾ കയറി വിൽപ്പന നടത്തുന്നവരിൽ നിന്നാണ് 2 പേരും വാമപ്പ് മെഷീൻ വാങ്ങിയത്. നേരിട്ട് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രത്തിന് 850 രൂപയാണ് ഈടാക്കിയത്. വാമപ്പ് മെഷീൻ വാങ്ങി ആപ്പിലായവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.